പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി. അമരാവതി അഗ്നിബാധ. അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടലിന് കയ്യടി. തോളോട് തോൾ ചേർന്ന് നാട്ടുകാരും. അമരാവതിയിലുണ്ടായ വൻ അഗ്നിബാധയിൽ അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടലിന് നാട്ടുകാരുടെ കയ്യടി. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നാട്ടുകാരും അഗ്നിശമന സേനയെ സഹായിച്ചതോടെയാണ് വലിയ ദുരന്തത്തിന് ഇടയാക്കുമെന്ന് പ്രതീക്ഷിച്ച അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇടറോഡിലായതിനാൽ ഇങ്ങോട്ട് എത്തിച്ചേരുക വലിയ പ്രയാസമായിരുന്നു. ഇവിടെയും അഗ്നിശമന സേന സമയോചിതമായ ഇടപെടലുകൾ തന്നെ നടത്തി. ആദ്യം തന്നെ സമീപത്തെ വീടുകളിലേക്ക് അഗ്നി പടരാതിരിക്കാനുള്ള ശ്രമമാണ് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഇത് ഗുണകരമാവുകയും ചെയ്തു. തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് സ്ഥാപനത്തിന്റെ ഷട്ടർ ഉൾപ്പെടെ പൊളിച്ച് അകത്ത് കടന്ന തീ അണക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഓരോ നിമിഷവും വിലപ്പെട്ടതായി തന്നെയാണ് അഗ്നിശമന സേന കണ്ടത്. ആദ്യം മട്ടാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിവരം അറിയിക്കുകയും മറ്റു സ്റ്റേഷനുകളിലേക്ക് സഹായത്തിനായി വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതിനെ തുടർന്നാണ് കൂടുതൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത്. അരൂരിൽ നിന്നും 2 യൂണിറ്റും തൃപ്പൂണിത്തുറയിൽ നിന്നും 1 യൂണിറ്റും വൈപ്പിനിൽ നിന്ന് 2 യൂണിറ്റും ഗാന്ധിനഗർ ക്ലബ്ബ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള യൂണിറ്റുകൾക്ക് പുറമെ ദ്രോണാചാരിയിൽ നിന്ന് 2 യൂണിറ്റും കൊച്ചിൻ പോർട്ടിൽ നിന്നും 1 യൂണിറ്റും എത്തിയതോടെയാണ് അഗ്നി കൂടുതൽ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ നാട്ടുകാരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാറിന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ വി വാലന്റൈൻ, ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ പി എ അബ്ബാസ്, കളമശ്ശേരി ക്ലബ്ബ് റോഡ് സ്റ്റേഷൻ ഓഫീസർ ഡെൽവിൻ, ഗാന്ധിനഗർ അസിസ്റ്റന്റ് ഓഫീസർ പ്രഘോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 40ഓളം അഗ്നിശമന സേനാംഗങ്ങളാണ് 6.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. അഗ്നിശമന സേനയ്ക്ക് എല്ലാവരും അഭിനന്ദനങ്ങൾ നേരുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.